ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺസ് ഇത് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നല്ലോണം വർക്ക് ആവണം, എന്നാൽ ഏറ്റവും ഭയങ്കര സൂപ്പർ പവർഫുൾ ചിപ്സെറ്റ് അല്ലെങ്കിൽ അടിപൊളി ക്യാമറ സെറ്റപ്പ്, ഭയങ്കരമായ ഫാസ്റ്റ് ചാർജിങ്, അതൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കാൻ പറ്റൂല. പക്ഷേ ബ്രാൻഡുകൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് തീർച്ചയായിട്ടും ഡിസൈൻ. ഓക്കെ, 8000 റുപ്പീസിന്റെ താഴെ പോക്കോ ഇറക്കിയിരിക്കുന്ന ഈ പോക്കോ C61 എന്ന ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിന്റെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ തീർച്ചയായിട്ടും പോക്കോ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. ഗ്ലാസിന്റെ ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഫോണിലും ഗ്ലാസിന്റെ ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ ഈ ഒരു ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ഇഥീരിയൽ ബ്ലൂ, ഡയമണ്ട് ഡസ്റ്റ് ബ്ലാക്ക് ആൻഡ് മിസ്റ്റിക്കൽ ഗ്രീൻ. നല്ല ഷൈനി ഗ്ലോസി ഫിനിഷിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇപ്പം ട്രെൻഡിയായി മാറിയിരിക്കുന്ന ആ ഒരു വട്ടത്തിലുള്ള റൗണ്ട് ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ആ സെയിം സ്റ്റൈലുള്ള ക്യാമറ മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. റേഡിയന്റ് റിംഗ് ഡിസൈൻ എന്നാണ് പോക്കോ വിളിക്കുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ലുക്കുള്ള ഒരു ഫോണാണ്. അതായത് 10 ആൾ നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പ്രൈസിനേക്കാളും വില കൂടിയ ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോട്ടെ, നല്ലതല്ലേ. ഫ്ലാറ്റ് ഫ്രെയിം ഡിസൈനിലാണ് വരുന്നത്. അതായത് ഒരു ബോക്സി ഫീൽ ആണ് കിട്ടുന്നത്. ഓക്കെ, 5000 mAh ബാറ്ററി ഉണ്ടെങ്കിലും ഫോൺ അത്ര ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അതായത് 200 ഗ്രാമിന്റെ താഴെയാണ് വെയിറ്റ്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിന്റെ ഫീച്ചറിലും വലിയ പ്രോബ്ലം ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അതുപോലെ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് അൺബോക്സിംഗ് കാണിച്ചു തരാം, അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, ഡോക്യുമെന്റ്സ്, 10 വാട്ടിന്റെ ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഫോണിന്റെ ഫ്രണ്ടിൽ 6.71 ഇഞ്ച് സൈസ് ഉള്ള ഒരു യമണ്ടൻ HD+ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ പ്രൈസിൽ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ പോക്കോ ഇതിൽ 90 ഹെർട്സിന്റെ റിഫ്രഷർ തന്നിരിക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ 60 ഹെർട്സ് ഡിസ്പ്ലേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണെങ്കിലും പിന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അത്യാവശ്യം ബെസൽസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ബ്രൈറ്റ്നെസ് ഡീസെന്റ് ആണ്. വീട്ടിനുള്ളിലാണെങ്കിലും ഈവൻ പുറത്താണെങ്കിലും ഡിസ്പ്ലേയിലുള്ള ഫോട്ടോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഡയറക്റ്റ് സൺലൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോണിന്റെ മേളിൽ ഹെഡ്ഫോൺ ജാക്കിന് വേണ്ടിയുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. മോണോ സ്പീക്കർ ആണ് വരുന്നത്, അതിനുള്ള സ്ലോട്ടും മേളിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിം ട്രേ എടുത്ത് നോക്കാം. ഓക്കെ, ഗുഡ്. 2+1 ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി 2 സിമ്മും ഒരു മൈക്രോ SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. മീഡിയടെക്കിന്റെ ഹീലിയോ G36 ചിപ്സെറ്റ് ആണ് വരുന്നത്. 4GB 64GB ആൻഡ് 6GB 128GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണ്. അതായത് നമ്മളൊരു മയത്തിൽ യൂസ് ചെയ്താൽ വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അറിയാലോ, ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഇത് ജഡ്ജ് ചെയ്യാൻ. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 2-3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ചപ്പും ചവറും ഗെയിംസും അതൊന്നും ഇവിടെ ഇട്ട് തന്നിട്ടില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്, സ്പെഷ്യലി ബഡ്ജറ്റ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. പോക്കോ ഈ ഫോണിൽ 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. FM റേഡിയോക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോൺ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 GHz വൈഫൈ ബാൻഡിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഡയലർ ആപ്ലിക്കേഷൻ ഇതാ കണ്ടില്ലേ, MIUI ഡയലർ ആപ്ലിക്കേഷൻ ആണ്. സോ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗും ഇവിടെ പോസിബിൾ ആണ്. പിന്നെ നെറ്റ്വർക്ക് റിസപ്ഷൻ ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈ ഫോണിന്റെ ബാക്കിൽ 8 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. സോ ഇതൊരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ക്യാമറ പെർഫോമൻസിന്റെ ക്ലോസ് വിസ്താരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അനാലിസിസ് ഒന്നും ചെയ്യുന്നില്ല. ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും പോർട്രേറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എക്സാക്ട്ലി ആ രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഈ 8000 റുപ്പീസിന് താഴെ വരുന്ന ഫോൺസിൽ മിക്ക എല്ലാ ഫോൺസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിലും വരുന്നുണ്ട്. എന്നാൽ ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ ആണ്. ഞാൻ പറഞ്ഞത് ആ ഒരു ലുക്ക് ആൻഡ് ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പോക്കോ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഈ പോക്കോ C61 എന്ന ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.